തിരുവനന്തപുരം നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ ഡ്രൈവർ കസ്റ്റഡിയിൽ. ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസ് ആണ് കസ്റ്റഡിയിലായത്. അപകടശേഷം അരുൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. അമിത വേഗത്തിൽ വാഹനം പെട്ടെന്ന് തിരിക്കാൻ നോക്കിയതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് ഡ്രൈവറുടെ മൊഴി. അർജുൻ രാജന്റെ വിശദാംശങ്ങളുമായി. അർജുൻ, എപ്പോഴാണ് ഇയാൾ കസ്റ്റഡിയിലായത്? ഇയാൾ എന്തൊക്കെയാണ് പോലീസിനോട് പറഞ്ഞത്? ആതിര, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസ് ആണ് ഡ്രൈവർ. ഈ അപകടം നടന്ന സമയത്ത് ഇയാൾ ഈ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയിരുന്നു. ചെറിയൊരു പരിക്ക് ഇയാളുടെ കണ്ണിന് ഈ അപകടമുണ്ടായ സമയത്ത് പറ്റിയിരുന്നു. തുടർന്ന് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ അരുൾ ചികിത്സ തുടർന്ന് സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടി. വലിയ വിളപ്പുറം എന്ന സ്ഥലത്ത് നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ന് പുലർച്ചെ ഈ അപകടമുണ്ടായി കുറെ സമയം കഴിഞ്ഞാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മദ്യപിച്ചിട്ടില്ല താനെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. പോലീസ് അത് ആ തരത്തിൽ കണക്കിലെടുക്കുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് തന്റെ വാഹനം നിയന്ത്രണം വിട്ട് അപകടമുണ്ടായി എന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. വാഹനത്തിന് അമിത വേഗതയുണ്ടായിരുന്നു. പെട്ടെന്ന് വണ്ടി വെട്ടിത്തിരിക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് വാഹനം മറിഞ്ഞതെന്നാണ് ഇയാൾ പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. അമിത വേഗതയിലായിരുന്നെന്നും അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ള കാര്യം ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. അതേസമയത്ത് തന്നെ മദ്യപിച്ചിട്ടല്ല താൻ വാഹനം ഓടിച്ചതെന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയായിട്ടുള്ളത്. ഒരാളാണ് ഈ അപകടത്തിൽ മരിച്ചത്. 60 വയസ്സുള്ള കാവലൂർ സ്വദേശിനിയാണ് മരിച്ചത്. ബാക്കി ഏകദേശം 49ഓളം പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറെ പേരും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ആശ്വാസമുള്ള കാര്യം, ആർക്കും ഗുരുതരമായിട്ടുള്ള പരിക്ക് ഇല്ല. എല്ലാവരുടെയും നിലവിൽ തൃപ്തികരമാണ്. 10ഓളം കുട്ടികൾ ഈ അപകടത്തിൽ പെട്ടിരുന്നു. മെഡിക്കൽ കോളേജിലെ തന്നെ SAT ആശുപത്രിയിൽ ഈ കുട്ടികൾ ചികിത്സയിലുണ്ട്. ഇവരുടെയും നില ഗുരുതരമല്ല. എല്ലാവർക്കും വലിയ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ശരി, അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.